എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പ് വേൾഡ് നമ്പർ 1 മാനുഫാക്ചറിങ് കമ്പനിയായ ഹീറോ ഒരു പുതിയൊരു മോഡല് നമ്മുടെ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനാച്ഛാദന കർമ്മമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിന് ബഹുമാനപ്പെട്ട AMBമാർ ദിലീപ് സാർ ആൻഡ് ബ്രിട്ടോ സാർ അവരെ ക്ഷണിച്ചു വെൽക്കം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ അതുപോലെ തന്നെ കാർത്തിക് സാർ അവർ TSM ഹീറോ TSM അവരെയും അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് അസോസിയേഷൻ സെക്രട്ടറി ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഫിനാൻസ് ടീം എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Xoom എന്നാണ് അതിൻ്റെ പേര്, ഹീറോ Xoom. അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാനൊന്ന് പറയാം ജസ്റ്റ്. അതുപോലെ തന്നെ അതിൽ വേറെ ഫുള്ളി ഡിജിറ്റൽ അനലോഗ് മീറ്റർ. നമ്മുടെ മൊബൈലിലുള്ള ചാർജ് എത്രയാണെന്ന് പോലും നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൽ നോക്കി അറിയാൻ പറ്റുന്നൊരു സ്പെക്ക് അതിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന്റെ അനാച്ഛാദന ഫംഗ്ഷനിലേക്ക് സാർ അവർകളെ AMB സാർ അവർകളെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Tamil will be comfortable for me. I'm basically from Tamil Nadu. So founder in the futures I'll explain. So Prasad sonna mari indha oru future is called bending lights, corner bending lights. So adu eppadi work aguna when we are turning towards left or 6 degree inclination vehicle 6 degree left varumbodhu automatically the light on agum 6 degree. Pathina appo Palakkad la soon Hero is back in market share leader nu expect pannalam. With this scooter definitely we are going to catch some decent market share in terms of scooter. Thank you very much. അനാച്ഛാദന കർമ്മത്തിലേക്ക് ഇവിടെ എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അതായത് ഒരു ഫോറിൻ ടെക്നോളജിയും ഇതിനകത്ത് എവിടെയും യൂസ് ചെയ്യുന്നില്ല. ഇതിലുള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CIT, അതായത് സെൻറ്റർ ഫോർ ഇന്നോവേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട് ഹീറോയ്ക്ക്. ഈ CITയിൽ ഇന്ത്യൻ എൻജിനീയേഴ്സും മാത്രം ഡിവൈസ് ചെയ്തതാണ്. ഇതിൻ്റെ പല ഇതും ഹീറോയിൻ്റെ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ജർമ്മനിയിലുണ്ട്. ആ ജർമ്മനിയിലുള്ള ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കൂടെ സഹകരണത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ധൈര്യമായി നമുക്ക് വാങ്ങിയാൽ വിൽ ബി ഹെൽപ്പിംഗ് ഇന്ത്യ. ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ Xoomന്റെ ഫസ്റ്റ് സെയിലാണ് മുരളീധരൻ സാർക്ക് നമ്മൾ താക്കോൽദാനം നൽകി നിർവഹിക്കുന്നത്. പാലക്കാട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഡെലിവറി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രസാദ്. പാലക്കാട് ജില്ലയിലെ ഹീറോ മോട്ടോകോപ്പിൻ്റെ അംഗീകൃത ഡീലർഷിപ്പായ ഗായത്രി മോട്ടോഴ്സിനെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മൾ ഹീറോ Xoom ഈ കഴിഞ്ഞ പ്രണയദിനത്തിൽ ഇന്ത്യയിൽ തന്നെ 9000 ARD SSP ഡീലർ കാറ്റഗറിയിലുള്ള ഒരുപാട് ഷോറൂമുകളിൽ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഈ Xoom എന്നുള്ള വണ്ടി ലോഞ്ച് ചെയ്യുകയുണ്ടായി. അത് ഇന്ത്യ ഒട്ടാകെയാണ് ലോഞ്ചിങ് നടന്നത്. നമ്മുടെ പ്രണയദിനമായ ഫെബ്രുവരി 14-ാം തീയതിയാണ് അത് ലോഞ്ച് ചെയ്തത്. നമ്മൾ Xoomൻ്റെ ഫീച്ചേഴ്സ് പറയുന്നതിന് മുന്നേ ആയിട്ട് വൈ ഹീറോ മോട്ടോകോപ്പ്? ഇന്ന് ലോകത്തിലെ തന്നെ വേൾഡ് നമ്പർ 1 2 വീലർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഹീറോ മോട്ടോകോപ്പ്. അതായത് കഴിഞ്ഞ 22 വർഷമായിട്ട് 2001 തുടങ്ങിയ പ്രയാണം കഴിഞ്ഞ 22 വർഷമായിട്ട് ഹീറോ മോട്ടോകോപ്പ് സ്റ്റിൽ വേൾഡ് നമ്പർ 1 ആണ്. 2010 ഹീറോയും ഹോണ്ടയും തമ്മിലുള്ള ആ ടൈപ്പ് ബ്രേക്കായ ശേഷത്തുള്ള 13 വർഷക്കാലവും ഹീറോ മോട്ടോകോപ്പാണ് ഇന്നും റീറ്റെയിലിൽ വേൾഡ് നമ്പർ 1 2 വീലർ മാനുഫാക്ചർ ആയിട്ടിരിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യയിലൊട്ടാകെ 9000-ൽ-അധികം ടച്ച് പോയിൻറ്റ്സ് ആണ് ഹീറോ മോട്ടോകോപ്പിനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 5 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി ഓരോ മോഡലിനും കൊടുക്കുന്നത്. എന്തുകൊണ്ട് 5 ഇയേഴ്സ്? ആ പ്രോഡക്റ്റിലുള്ള ഹീറോ മോട്ടോകോപ്പിൻ്റെ വിശ്വാസമാണ് ജനങ്ങൾക്ക് 5 വർഷക്കാലം വാറണ്ടി കൊടുക്കുക എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലേക്ക് കമ്പനി എത്തുന്നത്. കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്, ലോ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്. എന്താണ് ലോ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്? ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നത് വളരെ ഈസി ആയിട്ട് നടക്കും. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ എക്സ്പെൻസസ്, മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈ റീസെയിൽ വാല്യൂ.
ഇതാണ് നമ്മൾ ലോ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അത് ഹീറോ മോട്ടോകോർപ്പിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റും. ഹീറോ മോട്ടോകോർപ്പിൻ്റെ Xoom എന്നുള്ളൊരു മോഡലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് കമ്പനി പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ 2 വീലർ ഇൻഡസ്ട്രി തന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള കോർണർ ബെൻഡിങ് ലൈറ്റ്സ് ഇതുവരെ 2 വീലറിൽ ഒരു മോഡലിലും ഇതുവരെ വന്നിട്ടില്ല. ആക്ച്വലി പ്രീമിയം സെഗ്മെൻറ്റ് കാറുകളിൽ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ് ഈ കോർണർ ബെൻഡിങ് ലൈറ്റ്സ്. അതുകൂടെയുള്ള ഒരു ഫീച്ചറാണ് 12 ഇഞ്ച് അലോയ് വീല്. വണ്ടി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ വിരലിൽ എണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സാണ് കമ്പനി ഈ പ്രോഡക്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ 125cc സെഗ്മെൻറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും 110cc സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഇതിന് 3 വേരിയൻ്റാണുള്ളത്. LX, VX, ZX എന്നുള്ള വേരിയൻ്റാണുള്ളത്. ഇതിൽ 5 തരം കളേഴ്സാണ് കമ്പനി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. Xoomൻ്റെ നമ്മൾ ഫ്രണ്ട് വ്യൂവിലുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എയറോഡൈനാമിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എയറോഡൈനാമിക് ഡിസൈൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എയറിനെ തുളച്ച് വളരെ സുഗമമായിട്ടുള്ള യാത്ര പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിഗ്നേച്ചർ ഹെഡ്ലാമ്പ്, പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വളരെ ക്ലിയർ വിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു LED പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് ഫ്രണ്ട് സസ്പെൻഷൻ ആൻഡ് റിയർ സസ്പെൻഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എക്സെൻസ് ടെക്നോളജിയാണ് ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. എക്സെൻസ് ടെക്നോളജിയാണ്. പിന്നെ ഹീറോൻ്റെ 110cc സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ആയിട്ടാണ് റെക്ടാങ്കുലർ ഫ്രെയിം ബോഡിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു വലിയൊരു ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ 0 മുതൽ 60 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ 9.35 സെക്കൻഡ് മാത്രം മതി എന്നുള്ളതാണ്. 110cc സെഗ്മെൻറ്റിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. ബാക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇതിന് ഇൻ്റഗ്രേറ്റഡ് റിയർ ഗ്രിപ്പാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹീറോയിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിഗ്നേച്ചേർഡ് LED ടൈൽ ലാംപ്സ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ലോങ് സീറ്റ് വിത്ത് ആൻറ്റി സ്ലിപ്പിംഗ് ആണിത്. നമുക്ക് ഒരിക്കലും ബാക്കിൽ ആല് സ്ലിപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.2 ലിറ്ററാണ്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 19.2 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അപ്പോൾ നമുക്ക് ലാവിഷായിട്ട് നമുക്കൊരു ഹെൽമെറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ സുരക്ഷിതമായി തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു മെയിൻ ഫീച്ചേഴ്സ്. ഇത് ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററിലുള്ളത്. നമ്മുടെ മൊബൈലിൽ വരുന്ന കോൾസ് കംപ്ലീറ്റ് നമുക്ക് ആരാണോ വിളിക്കുന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് മീറ്റർ ഉണ്ട്. അതുപോലെ നമുക്ക് ടൈമിംഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈലിൽ ചാർജ് എത്രയാണോ എന്നുള്ളത് പോലും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ ഫുൾ ആയിട്ടുള്ളൊരു കൺസോളാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഷോറൂമിൽ ടെസ്റ്റ് റൈഡ് വണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് റൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് ഓടി നിങ്ങൾക്ക് ആ ഫീൽ അനുഭവിച്ചറിയാൻ പറ്റും. അതിൻ്റെ ഞങ്ങൾ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കണം.